ഹലോ ഗായ്സ്, നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ടീം ഫസ്റ്റ് കാണിച്ചു തരികയാണ്. നമ്മുടെ ടീം ഇതെന്താ നല്ല ഹാങ് ഉണ്ടല്ലോ. നമ്മുടെ ടീമിൽ ന്യൂനസ് ഉണ്ട്, മെസ്സി ഉണ്ട്, ഗയ ഉണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്, മോഡ്രിച്ച് ഉണ്ട്, പെഡ്രി ഉണ്ട്, വാൻഡേക്ക് ഉണ്ട്, ഡിമാർക്കോ, അഗ്വാറോ, പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കീപ്പർ പൊപ്പെ 90. റൈറ്റ് വിങ് നമുക്ക് ഡീമിലിനെ വാങ്ങണം. റൈറ്റ് വിങ്ങിൻ്റെ ലെജൻഡിൻ്റെ കുഴപ്പമുണ്ട്, നമുക്ക് വാങ്ങാം. കറങ്ങുന്നു. ഡീമരിനെ നമ്പർ 13. നമുക്ക് 12 11 ആക്കണം നമ്മുടെ ഡീമരിനെ. എൻ്റെ ടീം ഫുൾ സ്റ്റാർ ആയി. കമോൺ ഗൈസ്, നമ്മുടെ ടീം ഫുൾ സ്റ്റാർ ആയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മൾ ക്വാർട്ടറിൽ തോറ്റു 2 ദിവസം മുമ്പേ, അതൊന്നും നമുക്ക് സീനില്ല. ബെസ്റ്റ് 11 കൊടുക്കുക. റാഷ്ഫോർഡ് ഇറങ്ങ്, ഡീമരി ഇറങ്ങ്. നമ്മുടെ ടീം ഫുൾ ലെജൻഡറി. നമുക്കൊരു കോച്ചസ് കൊടുത്തു നോക്കാം. ചിലപ്പോൾ ലെജൻഡറിക്ക് കിട്ടും, ചിലപ്പോൾ ചാൻസ് ഇല്ല. മിങ്സിനൊക്കെ കിട്ടുന്നതിനാണ് ഗൈസ്. നല്ല സീനുണ്ട്, കുഴപ്പമില്ല. ഒരു ജീക്ക് നമ്മളിൽ പൊപ്പെ, മെസ്സി, ന്യൂനസ്, ഡീമരിയ, റാഷ്ഫോർഡ്, പെഡ്രി, മോഡ്രിച്ച്, അങ്ങനെ ഇവനെ കളയാട്ടോ. നമുക്ക് 71 വേണ്ടവൻ. റാഷ്ഫോർഡ് ഉണ്ട് ആ സ്ഥാനത്ത്, നമുക്ക് മതി. ഇനി പ്ലേസിന് കളയാൻ പറ്റില്ല. കളഞ്ഞിങ്ങനെ കോച്ചസ് എന്തൊക്കെ കിട്ടും. ഇപ്പോൾ 2 കോച്ചസ് ഫ്രീ കിട്ടി. നമ്മുടെ ലെജൻഡറി പ്ലെയറിന് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വാൻഡേ ബൂമിന് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു മാച്ച് കളിക്കാം. ഒരു കിഡ് മാച്ച് കളിക്കാം. നമുക്ക് ഒരു മഞ്ഞ എടുത്തോട്ടെ, നമുക്ക് പച്ച എടുക്കുക. ഒരു മഞ്ഞ നമ്മൾ പച്ച. ചപ്രമുടി നോക്കട്ടെ, ഒരു സ്ട്രൈക്കർ ചപ്രമുടി. ഏതാ ചപ്ര? നമ്മുടെ ഇത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ചപ്രമുടി നോക്കാം. ഓർക്ക് ടച്ച് കൊള്ളാം. ആർക്ക് ടച്ചാലും നമുക്കെന്താണ്. ഇതൊരു ഹാങ് ഒക്കെ ഉണ്ടല്ലോ, പതിവില്ലാത്തൊരു മെസ്സി. എടാ മെസ്സിയെ ഷൂട്ട് ചെയ്ത് ഇവിടെ ഞാനല്ല കളിക്കുന്നു. നല്ല ഹാങ് ഉണ്ട് ഗൈസ്. അടുത്ത വീഡിയോ നമ്മൾ എങ്ങനെ ഫുൾ ലെജൻഡറി ടീം ആക്കാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. എല്ലാവരും മറക്കാതെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കുട്ടിയിലെ ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നൂടെ? പന്തെവിടെ? സാറാ പന്ത അവൻ്റെയിലാടാ. ക്രോസ് ചെയ്യല്ലേ, ഇത്രയേ ഉള്ളൂ. റാഷ്ഫോർഡ് ഗോസ്റ്റ് പന്തെടുക്ക്. ചപ്പുറത്തലയും ഗോളടിച്ച്. നടക്കൂല. ഞാൻ കിറ്റ് ചെയ്യാം. 66 ഉള്ളൂ അവൻ. എന്നിട്ട് ഫുൾ ലെജൻഡറി ടീമിൻ്റെ ഒപ്പം ഒരു ഗോളടിച്ച് ഫസ്റ്റ് തന്നെ. ഞാൻ ഡിക്ഷണറി തോറ്റിട്ടില്ല. അപ്പം നമുക്ക് കളി 2 കൊടുക്കണം അവർക്ക്. ഗയൊക്കെ കൊടുക്കണ്ടായിരുന്നു. റാഷ്ഫോർഡിൻ്റെ മെസ്സിലാണ് വന്നത്. ന്യൂനസ്, മെസ്സിയിൽ നിന്ന് നേരെ ഡിമരിയ. അടുക്ക ഡിമരിയ. ഗോൾ. എടാ നല്ല മനസ്സേ വേണ്ടട്ടാ. ഞങ്ങൾ മിസ്സാക്കി കീപ്പർ തലയിൽ നോക്കണ്. വിട്ടു തരണം കേട്ടോ. പന്തെടുക്ക. ഓട്. പ്രസ്. പന്തെവിടെ? ത്രോയിൻ പോയി ഗൈസ്. നമുക്ക് ത്രോയിൻ ഇടാം. കീപ്പറിന് വേണോ അല്ലെങ്കിൽ വാൻഡേക്കിന് ഇടാം? വാൻഡേക്ക് അടുത്ത് പോവാ. പന്ത് ഇങ്ങനെ പാസ് ടു ഇതാരാണ്? ഡീമരിയെ. മെസ്സി കിട്ടി. ഓട് ന്യൂനസ്. ഓട്. മെസ്സി പാസ്. ഇത് കോളാലിൻ്റെ പേര് മാറ്റിക്കോ. എൻ്റെ പേര് ആരും
മാറ്റാതെ ഗോൾ 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 ന്യൂനസ് അല്ലേ? ഉറൂഗ്യൻ ലെജൻഡാണ്. സോറി, ലെജൻഡ് നല്ല ഉറൂഗ്യ പ്ലെയറാണ്. കവാനൊക്കെ ഉണ്ടാകുമ്പോൾ ഇവൻ എങ്ങനെ ലെജൻഡ് ആവാന്ന്. ഈ ഒരു വീഡിയോ 2 ദിവസം എടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടില്ല വീഡിയോ ഇടുന്നത്. അതിൻ്റെ കഷ്ടപ്പാട് ഇൻഷോട്ടൊക്കെ കയറ്റി കഷ്ടപ്പെട്ട് 2-3 തൊട്ട് മത്സരം കേട്ടോ. അടുത്തൊക്കെ ഫെയിലായിപ്പോയി. എത്രാമത്തെ തൊട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് പോലും അറിയില്ല. കൊടുക്കറ പാസ്. ഇത് ഗോള് അടിക്കടാ ഗോൾ അടിക്കടാ മെസ്സി. വേണ്ടായിരുന്നു. ഇത് ഗോള് ഡിമിൻ്റെ അടി. മിസ് കിക്ക്. പന്തെടുക്കാൻ പോ. ഒരു ഡയഗണൽ പോൾ കൊടുക്കാം. മരുന്നു വേണ്ട. പാസ് ചെയ്ത് പോവാം. ലോങ് റേഞ്ചർ മെസ്സി വേണ്ട. ഇത് ഗോള് അടുക്ക തിരിച്ചിട്ടാണ് മക്കളെ. ഹാഫ് ടൈമിൽ തന്നെ 2 റൺ കൊടുത്തു. ഈ ഗെയിമിൽ എൻ്റെ ഹൈ സ്കോർ പറയണത് 8 ഇതേ ടീമിനെതിരാണ് ഞാൻ അന്ന് 8 അടിച്ചത്. പക്ഷേ ഈ ടീം അന്ന് നീല ജേഴ്സിയിലായിരുന്നു കളിച്ചിരുന്നത്, ഞാൻ മഞ്ഞ ജേഴ്സിയിലും. പക്ഷെ ഇന്ന് അത്രക്കൊന്നും അടിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിയില്ല കേട്ടോ. ഹാഫ് ടൈം ആയോ? ചിലപ്പോൾ ആഡ് വരും കേട്ടോ. മീൻസ് പരസ്യം വരാണ്ടിരുന്നാൽ മതിയായിരുന്നു ആഡ്. ഇല്ല, നമുക്ക് കളിക്കാം. നമുക്ക് ടച്ച് ജയ കിട്ടിയില്ല. കൊണ്ടുപോയി. പാലക്കാടാണ് നല്ല ചൂട് ഗൈസ്. പൊള്ളണ് ഞാനൊക്കെ വേർത്തൊലിക്കണ്. ഫാനിട്ടിട്ടും വേർത്തൊലിക്കണ്. അടിക്കല്ലേ കീപ്പറ്. പൊപ്പേ 90 കഞ്ഞി കുടിക്കാൻ നിൽക്കല്ല. ത്രോയിനായി ഗൈസ്. ഈ ഗെയിമിൽ ഫാൻസ് കൊടി ഉയർത്തും, ഗോളടിച്ച് എണീറ്റിന്ന് കൈയടിയും, പിന്നെ പുക ഉണ്ടാവില്ലേ സ്മോക്ക്, അതൊക്കെ വിടും. കളി കഴിഞ്ഞാൽ കോച്ചസ് അടി ഉണ്ടാക്കാൻ വരും, എതിർ ടീമിൻ്റെ കോച്ച്. പിന്നെ ഫൗൾ ചെയ്ത പ്ലെയർ നമ്മൾ അടിക്കാൻ വരും. ഒക്കെ ഗെയിമുണ്ട്. പിന്നെ ബാലൻസ്, അറ്റാക്ക്, ഡിഫെൻസ്, അതൊക്കെ ഞാൻ ബാലൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ബാലൻസാണ് നല്ലത്. ഡിഫെൻസ് കൊടുത്താൽ ഗോൾ അടിക്കാനേ പറ്റില്ല അധികം നേരെ. അറ്റാക്കിങ് കൊടുത്താലോ ഗോൾ വേഗം കയറും ചെയ്യും നമ്മുടേക്ക്. മെസ്സർ ലോങ് റേഞ്ച് വേണ്ടായിരുന്നു. മോട്ടറിച്ചിട്ട് അടിക്കും, പറപ്പിക്കും മോട്ടറിച്ച്. ഇങ്ങടാ മഹാനെങ്ങടാ ഉദ്ദേശിച്ചേ? കുഴപ്പമില്ല, ത്രോയും കിട്ടി. ഇവൻ്റെ എനർജി പോയിക്കണ്. ഇവൻ കളിച്ചിട്ടുണ്ടല്ലോ. ഈ മിസ്ത്രം ത്രോക്ക് വേണ്ടിയിട്ട് അവനൊരു ബാലൻഡോർ നമുക്ക് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്തൊരു പെൻസിലുണ്ട്, എൻ്റെ ഒച്ചപ്പ് കേൾപ്പിച്ചു തരാം. നമുക്ക് ഇത് ബാലൻഡോറായി കൊടുക്കുക. ബാലൻഡോറല്ലോ, പെൻസിൽ ഡോർ. ഷാമി ഒക്കെ വരെ ലാഗടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. പന്തടിച്ച് ഗോളടിക്കും. റാഷ്ഫോർഡ്. എന്താണ് മോനെ റാഷ്ഫോർഡ്, why are you doing? മെസ്സി ആണോ അത്? അല്ലേ? മെസ്സി തന്നെ. പുറത്തേക്ക് അടിച്ച് വിട്ടല്ലോ മോനെ വീണേഷ. ഇപ്പോൾ ഞാൻ എങ്ങനെ അവിടെ ഓടിക്കളിക്കുന്ന അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. ശാലിക്ക് ഇപ്പം എല്ലാവരും നമ്മുടെ കസിന് യൂട്യൂബ് ചാനലുണ്ട്,
ഗെയിമിംഗ് സ്റ്റുഡിയോ എന്നാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. എൻ്റെ പൊന്നെ, അടുത്ത വീഡിയോ എങ്ങനെ ഫുൾ ലെജൻഡറി ടീം ആക്കാമെന്നാണ്. എല്ലാവരും സപ്പോർട്ട് തരണം. കളി കഴിഞ്ഞു. യെസ്, കളി കഴിഞ്ഞു. ന്യൂനസ് ആയിരിക്കും മാൻ ഓഫ് ദ മാച്ച്. ഭയങ്കര ഒരു സന്തോഷം ക്യാപ്റ്റനെ. ന്യൂനസ് കളി കഴിച്ചു ഗൈസ്. അപ്പോൾ നമുക്കൊരു 54-58 കിട്ടും. 54.